ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഒരു എഡ്യൂക്കേഷണൽ വ്ളോഗുമായിട്ടാണ്. CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എങ്ങനെ നമുക്ക് നൽകാം, അതുപോലെ തന്നെ അതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സബ്ജക്ട് കോമ്പിനേഷൻ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ്. ഞാൻ ഈ വർഷം CUET UG ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം എനിക്കും ഉണ്ടായ കൺഫ്യൂഷൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഇനി ആർക്കെങ്കിലും CUET UG അടുത്ത വർഷം അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും. കാരണം CUET UG ഞാനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ കൺഫ്യൂഷൻസ് തീർക്കാൻ ഇതുപോലൊരു ചാനലോ അതുപോലെ തന്നെ വീഡിയോസോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്താണ് ഈ CUET UG, ഇതിന് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്താണ് ക്രൈറ്റീരിയ, സബ്ജക്ട് സെലക്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ ഇത് പരീക്ഷ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവർ തന്നെയാണ് നീറ്റും അതുപോലെ തന്നെ JEEയും അതുപോലെ തന്നെ നെറ്റ് പോലുള്ള എക്സാംസ് ഒക്കെ രാജ്യത്തെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള എക്സാംസ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവർ തന്നെയാണ് നമ്മുടെ CUET UGയും നടത്തുന്നത്. സാധാരണ എല്ലാവരും ഒരു പ്രസന്റേഷൻ വെച്ചായിരിക്കും പറയുന്നത്, പക്ഷെ ഞാൻ ഇവിടെ ഇത് UGയുടെ പ്രോസ്പെക്ടസ് തന്നെയാണ് എടുത്ത് പറയുന്നത്. ഓരോ വർഷം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയി കഴിഞ്ഞാലും അവരുടെ ഒരു പ്രോസ്പെക്ടസ് കാണും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കിട്ടുമ്പോൾ നിങ്ങൾ നല്ലോണം വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ എക്സാമിന് അതുപോലെ തന്നെ സബ്ജക്ട് സെലക്ഷൻ ഒക്കെ ചെയ്യുക എന്നുള്ളൊരു എന്തൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. കാരണം റോങ് ആയിട്ട് സബ്ജക്ട് സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നല്ല, ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ട്. ഇനി നമുക്ക് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് തന്നെ ഉള്ളത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ്. ഇത് ഉത്തർപ്രദേശിലാണ്. പിന്നെ അസം യൂണിവേഴ്സിറ്റി, അത് ഗുവാഹട്ടിയില്. ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നൌവിലാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇതിൽ ഏതൊക്കെയാണ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഈ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇതൊരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അതിലും വലിയ റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ വന്നിട്ട് ഇവിടെ കുറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം ഇവിടെ വരുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാലെന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒഡീഷ. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറയുന്നത് കാസർഗോട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അപ്പം ഇത് ഓരോ സംസ്ഥാനങ്ങളുടെ രീതിയിൽ വരുന്നതാണ്, സംസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അല്ലാതെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ല എന്നുള്ളൊരു കാര്യം ഓർത്തോണം. ഇനി അതിനുശേഷം വരുന്നത് അതിലും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അതിനുശേഷം വരിക എന്ന് പറയുന്നത് നമ്മുടെ ജാമിയ മിലിയ ഇസ്ലാമിയ, അതും ഒരു അടിപൊളി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അതിനുശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഥവാ JNU. അവിടെ PG ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. അവിടെ UG കോഴ്സസ് കുറവാണ്, കൂടുതലായിട്ടും PG കോഴ്സസ് ആണ് അവിടെ ഉള്ളത്. അപ്പം അതും ഒരു അടിപൊളി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. റാങ്കിങ്ങിലൊക്കെ ഇന്ത്യൻ IIT-കളോടൊപ്പം നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടാണ് നമ്മുടെ ഈ JNU എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. IIT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സയൻസും എഞ്ചിനീയറിംഗും പഠിക്കാൻ IIT കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി നമ്മുടെ ഇന്ത്യയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും. അവിടെ ആ ഒരു IIT-കളുടെ കൂടെ തന്നെ NIRF റാങ്കിങ്ങിൽ വരുന്നൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പലവർക്കും ഇതിനെക്കുറിച്ച്, യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റീസെ ലിസ്റ്റിൽ വെക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റീസ് ആണോ ഏറ്റവും ഇഷ്ടം അതെല്ലാം തന്നെ നിങ്ങൾ വെക്കേണ്ടതാണ്. അല്ലാതെ ഒന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള ഒരു
ചാൻസസ് കുറഞ്ഞു പോകും. അപ്പൊ ഇതിൽ കൂടുതലുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഒക്കെ കണ്ടില്ലല്ലോ. ഇവരിതിനകത്ത് കൊടുത്തിട്ടില്ല യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ കുറെ ഇൻഡെക്സ് കാര്യങ്ങളൊക്കെയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്. ഓക്കെ. ഇത് കുറെ ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ തരുന്നതാണ്. ഇനി വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ എക്സാം നടത്തുന്നത് അതല്ലേ നമുക്ക് അറിയേണ്ടത്. ഇത്രയും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, എങ്ങനെയാണ് ഈ എക്സാംസ് നടത്തുക, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കി കണ്ടിട്ട് വരാം. അപ്പോൾ ഈ മോഡ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 2024 നടത്തിയത് ഹൈബ്രിഡ് മോഡായിരുന്നു. വെച്ച് കഴിഞ്ഞാല് മെജോറിറ്റി കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റിന് പെൻ ആൻഡ് പേപ്പർ മോഡാണ് ഉണ്ടായിരുന്നത്. അല്ലാത്തവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടെസ്റ്റ് പാറ്റേൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, MCQ ആണ് ചോദിക്കുക. അപ്പം 13 ലാംഗ്വേജസിൽ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ മീഡിയം. നമ്മൾ മീഡിയം ഓഫ് ആൻസറിങ് എന്ന് പറയും. നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ കംഫർട്ടബിൾ എങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. അല്ലെ നമുക്ക് മലയാളം വായിച്ചിട്ട് മലയാളത്തിലാണ് ഉത്തരങ്ങൾ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം നമ്മുടെ മീഡിയം ഓഫ് ആൻസറിങ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വന്നിട്ട് സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്ലാസ് 12 തന്നെ സിലബസ് ആണ് വരുന്നത്. പക്ഷെ ജനറൽ ടെസ്റ്റിന്റെ മാത്രമേ ഉള്ളൂ ശകലം ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ജനറൽ ടെസ്റ്റ് എന്തിനാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ചില യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾ ജനറൽ ടെസ്റ്റ് അപ്പിയർ ചെയ്യണം. അതിന്റെ മാർക്കും കൂടെ അവരെടുക്കും. പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കത്ത, അങ്ങനെ ചില യൂണിവേഴ്സിറ്റീസിന്, ഡോക്ടർ ഭീംറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റിക്കൊക്കെ അവിടെ നമുക്ക് ജനറൽ ടെസ്റ്റ് ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിക്ക് ജനറൽ ടെസ്റ്റ് ആവശ്യമില്ല. പക്ഷേ അലിഗറിനും ബനാറസിനും അതുപോലെ തന്നെ നമ്മുടെ JNUവിനും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കും ജനറൽ ടെസ്റ്റ് ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ ലാംഗ്വേജ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലാംഗ്വേജിന്റെ സിലബസ് ഏതാണെന്ന് ചോദിക്കുമല്ലോ. ഇപ്പൊ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ത് പഠിച്ചിട്ട് പോയാണ്, ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറപ്പായിട്ടും CUET UGയിൽ കൊടുത്തിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. മിക്ക യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷ് എഴുതാത്തവരെ അവർ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് മിക്കവാറും കൂടുതൽ. പിന്നെ നിങ്ങളുടെ വൊക്കാബുലറി കൂടുതൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ശകലം ഗ്രാമർ ഒക്കെ വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം അങ്ങനെയാണ് പേപ്പർ വരാറുള്ളത്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇനി രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്. അപ്പം അടുത്ത വർഷം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇനി വന്നിട്ട് നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 50 ക്വസ്റ്റ്യനിലെ 40 എണ്ണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. നമുക്ക് തരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ്. നമുക്ക് ചില സബ്ജക്റ്റിൽ 60 മിനിറ്റ് തരും. അത് ഏതൊക്കെ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സിന് 60 മിനിറ്റ് ആണ് തരിക. അപ്പൊ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനൊക്കെ നമുക്ക് നല്ലോണം ടൈം കിട്ടും. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ട സബ്ജക്റ്റ് ആണ്. നമുക്ക് വേഗം നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇതെല്ലാം. നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ എടുത്ത് ചെയ്യേണ്ട, ആൻസർ കണ്ടെത്തേണ്ട സബ്ജക്റ്റുകളാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫീസ് കൊടുക്കണം. ഉറപ്പായിട്ടും എക്സാംസിന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്താണ് ഫീസ് കൊടുക്കണമല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഫീസ് കൊടുത്തിട്ട് ഈ നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോം ഒക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കുറെ ഇത് ഇങ്ങനത്തെ ഒക്കെ ഉള്ള എന്താണ് ഇന്ത്യയുടെ റൂളും ഇതൊക്കെയാണ് വരിക. അപ്പം ഇങ്ങനെ വന്നിട്ട് നിങ്ങക്ക് 33 ലാംഗ്വേജും 27 സബ്ജക്റ്റും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ ഈ 33 ലാംഗ്വേജിലെ ഏതേലും ഒരു ലാംഗ്വേജ്, അതും മിക്കവാറും ഇംഗ്ലീഷ് തന്നെ ആകണം എന്ന് ചില യൂണിവേഴ്സിറ്റീസിന് നിബന്ധനയുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ എടുത്തെഴുതുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. കാരണം സാധാ ഇപ്പം ഇംഗ്ലീഷിന് പകരം എനിക്ക് മലയാളമാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. ഇനി വന്നിട്ട് ഈ നമ്മുടെ ഈ റിസർവേഷൻ ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും എന്താണ് പെട്ട് കിടക്കുന്ന ഒരു സംഭവം. ഞാൻ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഇതിന് അപ്ലൈ ചെയ്തപ്പോൾ കുറെ റിസർവേഷൻ വെച്ച ഒരാളായത് കൊണ്ട് തന്നെ പറയാണ്, നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ റിസർവേഷൻ നിങ്ങൾ ഉപയോഗിക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക, അത് കളയാതിരിക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു റിസർവേഷൻ വഴി ഏതെങ്കിലും ടോപ്പ് കോളേജിൽ ഒരു സീറ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതിനുള്ള പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ശരിയാക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പം PWD, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അങ്ങനെയുള്ളവര് ഇതിന്റെ ഏറ്റവും അവസാനം അവര് ഒരു എന്താണ് ഒരു ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം പോലെ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റില്, അവര് കൊടുത്ത ഫോമിന്റെ ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ പോയിട്ട് നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ ഓഫീസറിനെ കൊണ്ട്, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിലുള്ള മെഡിക്കൽ ഓഫീസറിനെ കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ അത് സ്റ്റാമ്പ് ചെയ്യിപ്പിച്ചിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വന്നിട്ട് 40% എങ്കിലും അറ്റ്ലീസ്റ്റ് ഡിസബിലിറ്റി ഉണ്ടാകണം എന്നുണ്ട്. ഇനി വന്നിട്ട് ചോയ്സ് ഓഫ് സിറ്റീസ് ഒക്കെ ഇതാണ്. അഡ്മിറ്റ് കാർഡ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ്. ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും ആപ്ലിക്കേഷൻ ഫോം ഒക്കെ എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് റിസർവേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്തൊക്കെ റിസർവേഷൻ ആണെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ കണ്ടറിയാം. ഓക്കെ, നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സ്, പിൻകോഡ്, പ്രസന്റ് അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ NDAയുടെ ആണെങ്കിലും നമ്മുടെ ഏത് യൂണിവേഴ്സിറ്റിയുടെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഈ ഫോൺ നമ്പറിലും മെയിൽ ID-യിലും ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പായിട്ടും ശ്രദ്ധിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിക്ക് വല്ലതും കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒള്ളി അവരുടെ നമ്മുടെ ഇൻഫർമേഷൻസ് അടങ്ങുന്നതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇമെയിൽ ഓർ ഫോൺ അല്ലേ. അപ്പൊ ഇത് രണ്ടും നമ്മൾ അറിയാതെ പോലും തെറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻ വിൻഡോ വരുമ്പോഴത്തേക്കും ഇത് മാറ്റാനുള്ള പോലും സംഗതി നമ്മുടെ ഇല്ല. നമ്മൾ ഒരു ഡിജിറ്റ് ചിലപ്പോൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉള്ളവരുടെ ഇതിലേക്കായിരിക്കും പോവുക. പിന്നെ അവസാനം മൊത്തത്തിൽ പണിയാവും. നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിലെ റെസ്പോൺസ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ആകും. അത് കാരണം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം പ്രത്യേകിച്ച് ഈ ഒരു രണ്ട് കാര്യമെങ്കിലും ശ്രദ്ധിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ അച്ഛൻ്റെ അമ്മാന്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ വയസ്സ്, ഇതൊക്കെ തെറ്റാതെ കൊടുക്കുക. നമ്മുടെ +2 കഴിഞ്ഞ സ്കൂളിന്റെ പേര്, നമ്മുടെ 10 കഴിഞ്ഞ സ്കൂളിന്റെ പേര്, ഇതെല്ലാം അത്യാവശ്യമാണ്. ഇതെല്ലാം അവർ ചോദിക്കുന്നുമുണ്ട്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് അവർക്ക് വേണ്ടത്. അപ്പം അതിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം കറക്ഷൻ വിൻഡോ വരുമ്പോഴത്തേക്കും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID-യും നമ്മുടെ ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും നമ്മുടെ പേരും ഒന്നും മാറ്റാനുള്ള ഒരു പ്രൊവിഷനും അവർ തരത്തില്ല. പിന്നെ അത് അതുപോലെ കടക്കും. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി വന്നിട്ട് നമുക്ക് നോക്കാമല്ലോ ഏതൊക്കെ റിസർവേഷൻ ആണ് എന്നുള്ളത്. ആർ യു എ PWD കാൻഡിഡേറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ യൂസ് ചെയ്യുക. നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി കൊടുക്കണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ആൻഡ് ഡു യു ഹാവ് എ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഓഫ് 40% ഓഫ് ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിസബിലിറ്റി എങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. കാരണം യൂണിവേഴ്സിറ്റികൾ കണക്കാക്കുന്ന 40% എബോവ് ഡിസബിലിറ്റി ഉള്ളവർ മാത്രമേ യൂണിവേഴ്സിറ്റീസ് കണക്കാക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ വന്നിട്ട്
നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ ഇത് ചോദിക്കണം. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ഇനി അതർ കോട്ട ആൻഡ് കാറ്റഗറി, ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ബി പി എൽ ആണോ? നിങ്ങൾ ബി പി എൽ ആണ്, നിങ്ങളുടെ റേഷൻ കാർഡ് കിടക്കുന്നത് ബി പി എൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലാണ് വരുന്നത്. നിങ്ങൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്കൊരു ഫോം പ്രൊവൈഡ് ചെയ്യും. ആ ഫോമിനനുസരിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ട് ഒരു ഫോം അവർ തരും. ഈ സൈറ്റിനകത്ത് ഇട്ടേക്കും. ആ ഫോമിനനുസരിച്ച് വേണം നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അതേ ഫോർമാറ്റിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇനി വന്നിട്ട് നിങ്ങളൊരു കാശ്മീരി മൈഗ്രന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോട്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തരത്തിലുള്ള അതേ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഇനി വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ഓർ എക്സ് സർവീസ്മാൻ. ഇപ്പം എൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയതാണ്. അപ്പം നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ മദറോ ആരാണേലും ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിൽ നിന്നും റിട്ടയർ ആവുമോ അതോ അവിടെ തന്നെ ഇപ്പൊ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ദ എക്സ് സർവീസ്മാൻ ഓർ ദ CW കോട്ട എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. ഈ CW കോട്ട കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കേന്ദ്രീയ സൈനിക ബോർഡിൽ എന്താണ് നമുക്ക് പോകാൻ, നമ്മുടെ അടുത്തുള്ള സൈനിക ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. അവർ ചെയ്ത് കൊടുക്കുന്നതാണ് പല കുട്ടികൾക്കും. അവിടെ പോയിട്ട് പറയണം ഇതുപോലെ ഉണ്ടൊരു കോട്ട ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിന് വിളിക്കുന്ന പേര് എഡ്യൂക്കേഷണൽ കൺസെഷൻ സർട്ടിഫിക്കറ്റ് എന്നാ. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ പ്രോഗ്രാമുകളിലും ഇത്ര സീറ്റുകൾ എക്സ് സർവീസ്മാന്റെ മക്കൾമാർക്ക് മാത്രം അവരിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റിന് നമുക്ക് എലിജിബിൾ ആകാനായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഒരു കോട്ടാക്കോ എന്തെങ്കിലും ഒരു സംഭവത്തിന് എന്തെങ്കിലും ഒരു റിസർവേഷൻ വഴി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാതെ അവർ ആ റിസർവേഷൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തരത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ NCC കോട്ട ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCCയുടെ സർട്ടിഫിക്കറ്റും പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ അല്ലെങ്കിൽ NCCയുടെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും വേണം. സ്പോർട്സ് കോട്ട നിങ്ങൾക്ക് ഇതാക്കാം. സ്പോർട്സ് കോട്ട വഴി നിങ്ങൾക്ക് കയറാം. ഇനി അവർ ചോദിക്കുന്നത് ആർ യു എ വാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയി, നിങ്ങൾ യൂണിവേഴ്സിറ്റി എംപ്ലോയിയുടെ ഒരു വാർഡാണെന്നും അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കോട്ട അവൈലബിൾ ആണ് അങ്ങനെയുള്ളവർക്ക്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ റിസർവേഷന്റെ ഒക്കെ ഉള്ളത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് ഇതൊക്കെ കുറെ ഡയറക്ഷൻസ് ഒക്കെ അവർ തരുന്നതാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് കുറെ ഫോംസ് അവര് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. കുറെ ലാസ്റ്റ് ഒരു ഫോംസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സർട്ടിഫിക്കറ്റിന്റെ ഫോംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളതിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ക്യുവറ്റ് എഴുതേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഇത് വേണേല് റെഡി ആക്കി വെക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോഴ് OBC സർട്ടിഫിക്കറ്റ് പറ്റത്തില്ല. OBC സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ ഒന്നും റെഡി ആക്കണ്ട. OBC സർട്ടിഫിക്കറ്റിന് പല യൂണിവേഴ്സിറ്റിക്കും പല റൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഈ പുതിയ ഫൈനാൻഷ്യൽ ഇയറിലെ എന്താണ് നമ്മളിപ്പോ ഒരു OBC കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഫൈനാൻഷ്യൽ ഇയറിലെ OBC സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം. പുതിയ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം മാർച്ച് 31 ശേഷം മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ മാർച്ച് 31 ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫോർ യൂസിങ് ഓൺ സ്ക്രൈബ്, ഇവരൊരു ഫോർമാറ്റ് കൊടുത്തേക്കുന്ന കണ്ടില്ലേ ഇവിടെ. ഈ ഫോർമാറ്റ് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ചെയ്യിപ്പിക്കാൻ. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോർമാറ്റിലോ അല്ലെ നാട്ടിൽ നടക്കുന്ന ഫോർമാറ്റിലോ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും റിജക്ട് ചെയ്ത് കയ്യിൽ തരും. അപ്പൊ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും പേര് ഈ സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും ചിലപ്പോൾ പേര് വേണമായിരിക്കും. ആ പേര് നിങ്ങളുടെ ക്ലാസ് 10th ആൻഡ് 12th സർട്ടിഫിക്കറ്റിൽ സെയിം ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും പേര് ക്ലാസ് 10th-ലെയും 12th-ലെയും സർട്ടിഫിക്കറ്റിൽ രണ്ടും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അതും വൻ വിഷയമാണ്. അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതൊക്കെ മാറ്റി മാറ്റി മുന്നോട്ട് പോവുക. എന്തേലും റെക്കോർഡ്സിൽ അച്ഛന്റെ അമ്മയുടെയും പേര്, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും പേര് നിങ്ങളുടെ റെക്കോർഡ്സിൽ വേറൊന്നും അവരുടെ റെക്കോർഡ്സിൽ വേറെ ഒന്നും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 and same സർട്ടിഫിക്കറ്റ് ആണ്. ഇനി നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റൽ നിങ്ങൾക്ക് സൗകര്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിന് തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിനൊക്കെ അപ്ലൈ ചെയ്യും. ഇത് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് അത് ഇഷ്യൂ ചെയ്യുന്നത് അവര്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റിന്റെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അടുത്തൊരു വീഡിയോയില് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് നമുക്ക് CUET എഴുതുന്നവർക്ക് ആവശ്യമെന്നും അതിന് ശേഷമുള്ള പ്രോസസ്സിൽ ആവശ്യം എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ ഉള്ളത് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഇഷ്യൂ ഉള്ളവർക്കും ഡിസബിലിറ്റി കിട്ടും. ഇപ്പൊ ഓർത്തോ സംബന്ധമായിട്ടുള്ളവർക്ക്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്യാട്രിക് പ്രോബ്ലം ഉള്ളവർക്ക്, ന്യൂറോളജിസ്റ്റിന്റെ, അല്ലെങ്കിൽ ഇത്രയും പേരുടെ എങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ആയാലും മതി, വൻ വിഷയമൊന്നുമില്ല. പക്ഷെ ചീഫ് മെഡിക്കൽ ഓഫീസറോ ചീഫ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറോ അതിനകത്ത് ഒപ്പുവെച്ചിരിക്കണം. അതാണല്ലേ ഒരു സർജനെങ്കിലും ഒപ്പുവെച്ചിരിക്കണം എന്നുള്ള ചില നിബന്ധനകളുണ്ട് ഈ ഫോംസിനകത്ത്. അത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ CUET സംബന്ധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വ്ലോഗിൽ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.